നമ്മൾ ഈ കേരള കോൺഗ്രസിന്റെ ചരിത്രമൊക്കെ പറഞ്ഞു വരുമ്പോൾ ആർ ബാലകൃഷ്ണപിള്ളയെ വിട്ടുകളയുന്നത് ശരിയല്ല. യഥാർത്ഥത്തിൽ പാർട്ടി ഉണ്ടായ കാലം തൊട്ട് അതിന്റെ ഭാരം വഹിക്കുന്ന ആളാണ് ആർ ബാലകൃഷ്ണപിള്ള. നമ്മളൊക്കെ ഈ കുഴിയാനയെ കൊണ്ട് കളിച്ചു വളർന്നപ്പോൾ ഒറിജിനൽ ആനയോടൊപ്പം കളിച്ചു വളർന്ന ആളാണ് ബാലകൃഷ്ണപിള്ള. ആന മെലിഞ്ഞാൽ നമ്മൾ തൊഴുത്തിലൊന്നും കെട്ടാറില്ലല്ലോ. ഇപ്പോൾ ഇത്തിരി മെലിഞ്ഞെന്ന് പറഞ്ഞ് ആർ ബാലകൃഷ്ണപിള്ളയെ അങ്ങനെ തൊഴുത്തിൽ കെട്ടുന്നത് ശരിയല്ല. യഥാർത്ഥത്തിൽ ബാലകൃഷ്ണപിള്ളയുടെ രാഷ്ട്രീയ ജീവിതം തുടങ്ങുന്നത് SF-ലൂടെയാണ്, സ്റ്റുഡൻസ് ഫെഡറേഷനിലൂടെയായിരുന്നു. അന്ന് വലിയ ഇടതുപക്ഷ ചിന്താധികാരനൊക്കെ ആയിരുന്നു ആർ ബാലകൃഷ്ണപിള്ള. പിന്നെ മന്നത്ത് പത്മനാഭന്റെ ഒരു സ്വാധീനത്തിലാണ് അദ്ദേഹം മാറി ചിന്തിച്ചു തുടങ്ങിയത്. അങ്ങനെയാണ് കോൺഗ്രസിലെത്തി. അങ്ങനെ 1960 പത്തനാപുരത്ത് നിന്ന് നിയമസഭയിലെത്തി. അന്ന് നിയമസഭയിലെ ബേബി ആയിരുന്നു പിള്ള. ആ റെക്കോർഡ് ഇപ്പോഴും തിരുത്തപ്പെട്ടിട്ടില്ല. 25-ാം വയസ്സിൽ തന്നെ പിള്ള നിയമസഭാംഗമായി. കേരള കോൺഗ്രസ് 64-ലുണ്ടായി വൈകാതെ പിളരാൻ തുടങ്ങിയല്ലോ. 74-ല് പിള്ളയും പിളർന്നു. അങ്ങനെ പിള്ള സ്വന്തമായി ഒരു കേരള കോൺഗ്രസ് ഉണ്ടായി. ഇടയ്ക്കൊന്ന് കുറച്ചു കാലം ജനതാ പാർട്ടിയിലേക്ക് പോയെങ്കിലും പിള്ള തിരിച്ച് സ്വന്തം തട്ടത്തിൽ തന്നെ വന്നു. 1977-ലെ തെരഞ്ഞെടുപ്പിൽ പിള്ള ഇടതുമുന്നണിയിലും മാണി വലതുമുന്നണിയിലുമായിരുന്നു. 80 മാണിയും പതുക്കെ ഇടതുമുന്നണിയിലേക്ക് വന്നു. അങ്ങനെ ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് രണ്ടുപേരും മന്ത്രിയൊക്കെയായി. കുറച്ച് കഴിഞ്ഞപ്പോൾ രണ്ടുപേരും കൂടെ ലയിച്ച് മച്ചയായി. 1982 അന്ന് കരുണാകരൻ്റെ ഭരണകാലം. അന്ന് എല്ലാ കേരള കോൺഗ്രസ്സുകാരും കൂടെ ലയിച്ച് സംയുക്ത കേരള കോൺഗ്രസ് ഉണ്ടായി. അക്കാലത്താണ് പിള്ളയുടെ പ്രസിദ്ധമായ പഞ്ചാബ് മോഡൽ പ്രസംഗം ഉണ്ടാകുന്നത്. ഇന്ദിരാഗാന്ധി കേരളത്തിന് അനുവദിച്ച കോച്ച് ഫാക്ടറി പഞ്ചാബിലേക്ക് കൊടുത്തോടുകൂടിയാണ് പിള്ള നമ്മളും തീവ്രവാദം നടത്തിയാലേ നമുക്ക് ഇങ്ങനെയൊക്കെ കിട്ടുള്ളൂ എന്ന് ചോദിച്ച് വിവാദ പ്രസംഗം നടത്തിയത്. അതോടുകൂടി പിള്ളയ്ക്ക് രാജിവെക്കേണ്ടി വന്നു. പിന്നീട് കേരള കോൺഗ്രസ് പിളർന്നപ്പോൾ പിള്ള പതുക്കെ മാണിയുടെ അടുത്തുനിന്ന് മാറി ജോസഫിൻ്റെ കൂടെയായി. അങ്ങനെ ജോസഫുമായിട്ട് മധുവിധ ആഘോഷിക്കുന്ന കാലത്താണ് ജോസഫുമായിട്ടും പിള്ള തെറ്റി. അങ്ങനെ പിള്ള ഇന്ത്യ ചരിത്രത്തിൽ തന്നെ ഒരു വലിയ റെക്കോർഡിന് ഉടമയായി. അതായത് കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ തന്നെ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം ആദ്യമായിട്ട് അയോഗ്യനാക്കപ്പെടുന്ന MLA പിള്ളയായി. പക്ഷെ പിള്ളയുടെ റെക്കോർഡ് അതുകൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. 2011-ൽ മറ്റൊരു റെക്കോർഡും പിള്ള സ്ഥാപിച്ചു. ആദ്യമായിട്ട് ഒരു രാഷ്ട്രീയക്കാരൻ അഴിമതി കേസിൽ ജയിലിൽ പോകുന്നത് പിള്ളയായിരുന്നു. പിള്ള ഇപ്പോഴും ഇടമലയാർ കേസ് ഒരു അഴിമതി കേസാണെന്ന് സമ്മതിക്കുന്നില്ലെങ്കിലും പിള്ളയ്ക്ക് അവിടെ ജയിൽ പുള്ളികൾക്ക് നൽകുന്ന ഒരു നമ്പർ കിട്ടിയായിരുന്നു, 5990. ഇതിലൊക്കെ വലിയ റെക്കോർഡാണ് പിന്നീട് സംഭവിച്ചത്. പിള്ളയെ ജയിലിൽ വിടാൻ വേണ്ടി സുപ്രീം കോടതി വരെ പോയ ഒരാളുണ്ട്. അത് നമ്മുടെ സാക്ഷാൽ VS അച്യുതാനന്ദനാണ്. VS അച്യുതാനന്ദൻ തന്നെ 2015 പിള്ളയുടെ കൈമുത്തി മാമോദിസ മുക്കി വിശുദ്ധനാക്കി LDF-ലേക്ക് കൊണ്ടുവന്നു. ഇതിലൊക്കെ ഏറ്റവും വലിയ രസം എന്താണെന്ന് ചോദിച്ചാൽ, പിള്ള അതുവരെ പ്രസംഗിച്ച് നടന്നത് കാട്ടിൽ അമറി നടക്കുന്ന ഇന്ത്യ എന്ന പെണ്ണാനയെ വിവാഹം കഴിക്കാൻ നടക്കുന്ന അണ്ണാനാണ് CPM എന്നാണ്. പെട്ടെന്ന് പിള്ളേച്ചന് ഈ അണ്ണാൻ ഒരു കൊമ്പനാനയായി മാറി. പിള്ള നല്ലൊരു അഭിനേതാവാണെന്ന് പലരും കളിയാക്കാറുണ്ട്. അത് പിള്ളയുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു കാര്യമാണ്. കാരണം അത് അദ്ദേഹം അഭിനയിച്ച 3 സിനിമകൾ കണ്ടാൽ മനസ്സിലാവും. ഒന്നാമത്തെ സിനിമ നീലസാരി, രണ്ടാമത്തത് വെടിക്കെട്ട്, മൂന്നാമത്തത് ഇവളൊരു നാടോടി. പിള്ളയുടെ ഈ അഭിനയ തികവിൻ്റെ അതേ രക്തമാണ് ഗണേശിലേക്കും പകർന്നത് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഇനി ആരും തർക്കിക്കില്ല എന്ന് കരുതുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പിള്ള കേരള രാഷ്ട്രീയത്തിലെ വലിയൊരു തള്ളയായി മാറിയത്.